അടുത്തത് ഫിസിക്കൽ ഡയമെൻഷൻ. നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടി നാം ചിലത് ചെയ്യേണ്ടതുണ്ട്. അതായത് ആരോഗ്യം നിലനിർത്തുന്നതിന് നമുക്ക് പോഷകാഹാരം ആവശ്യമാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിൽ പോഷകാഹാരത്തോടൊപ്പം തന്നെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. മസാജ് ചെയ്യുക, അതായത് ഉഴിച്ചിൽ പോലുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുക. എക്സസൈസ്, അതായത് ഫിസിക്കൽ എക്സസൈസായ PT, ഡ്രിൽ, കളികളിൽ ഏർപ്പെടുക, ജോഗിങ്, ഇവയിലൊക്കെ ഏർപ്പെടുന്നതിലൂടെ നമുക്ക് ശാരീരികമായ ഉന്മേഷം ലഭിക്കുകയും സ്ട്രെസ്സിനെ ലഘൂകരിക്കുവാനും സാധിക്കുന്നു. നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി യോഗ അഭ്യസിച്ചാൽ അത് ആരോഗ്യത്തിനും മനഃശാന്തിക്കും വളരെ ഉത്തമമായിരിക്കും. വളരെ ലളിതമായി ചെയ്യാവുന്ന ചില എക്സസൈസുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. Take a deep breath. Hold it and breathe out slowly and smoothly. ഒരു ദീർഘശ്വാസം എടുക്കുക. കുറച്ചു നേരം പിടിച്ചു വെച്ച് പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. Take a deep breath. Breathe out slowly and smoothly. Repeat it for several times. ഡെമോയിൽ കാണുന്നത് പോലെ പത്മാസനത്തിലിരുന്ന് കൈകൾ ചിന്മുദ്രയിൽ വെച്ച് നിവർന്നിരിക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. സെക്ഷണൽ ബ്രീത്തിങ്ങിന് റെഡിയാവുക. വലതു കൈ വയറിൻ്റെ മേലെ വെച്ച് അബ്ഡോമൻ ബ്രീത്ത് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി കൈ ചെസ്റ്റിൻ്റെ മേലെ വയ്ക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഷോൾഡർ ബ്രീത്ത്. കൈകൾ ഷോൾഡറിൽ വയ്ക്കുക. നിവർന്നിരിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. റിലാക്സ്. അനുലോമ വിലോമ പ്രാണായാമം. ഇടതു കൈ ചിന്മുദ്രയിൽ വയ്ക്കുക. വലതു കൈ നാസികാഗ്രമുദ്ര. വലതു കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് വലതു മൂക്ക് അടച്ച് പിടിക്കുക. ഇടതു മൂക്കിലൂടെ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടതു മൂക്ക് അടച്ച് പിടിക്കുക. പതുക്കെ വലതു മൂക്ക് തുറന്ന് വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലതിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ വലതു മൂക്ക് അടച്ച് പിടിക്കുക. ഇടതു മൂക്ക് തുറന്ന് ഇടതിലൂടെ ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും
ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇടത് മൂക്ക് അടച്ച് പിടിക്കുക. പതുക്കെ വലത് മൂക്ക് തുറന്ന് വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലതിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലത് മൂക്ക് അടച്ച് പിടിക്കുക. വീണ്ടും പതുക്കെ ഇടത് മൂക്ക് തുറന്ന് ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 റൗണ്ട് ചെയ്യുക. റിലാക്സ്, കൈ താഴ്ത്തി വയ്ക്കുക. അടുത്തതായി ഭ്രമരി പ്രാണായാമം. ഇത് ഒരു ബ്രെയിൻ ജിം എക്സസൈസാണ്. അതായത് ബ്രെയിനിന് ഒരു എക്സസൈസ് കൊടുക്കുന്ന പ്രക്രിയ. 2 തള്ളവിരലും പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി 2 ചെവിയിലേക്കും ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം കൈപ്പത്തി തലയിലേക്ക് ഡെമോയിൽ കാണുന്ന രീതിയിൽ വയ്ക്കുക. ടേക്ക് ഡീപ് ബ്രീത്ത് ഔട്ട് സ്ലോലി ആൻഡ് സ്മൂത്ത്ലി. ഭ്രമരി പ്രാണായാമയിൽ വണ്ട് മൂളുന്നത് പോലെ മൂളി എക്സസൈസ് ബ്രെയിനിന് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഭ്രമരം എന്ന വാക്കിനർത്ഥം വണ്ട് എന്നാണ്. ഇനിയും വണ്ട് മൂളുന്ന രീതിയിൽ നല്ല ശബ്ദത്തിൽ ഉച്ചത്തിൽ മൂളുക. ലൗഡർ, മോർ ലൗഡർ. സുഖാസനത്തിലിരിക്കുക. കൈകൾ ചിന്മുദ്രയിൽ വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശീതളി പ്രാണായാമമാണ്. കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പതുക്കെ നാക്ക് പുറത്തേക്കിടുക. നാക്കിൻ്റെ ഇരുവശവും ചുരുട്ടി ഒരു കുഴൽ രൂപത്തിലാക്കുക. അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ വായ അടച്ച് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇനി പതുക്കെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടെ ചെയ്യാം. നാക്ക് പുറത്തേക്കിടുക. നാക്ക് ചുരുട്ടി ശ്വാസം നാക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. വായടച്ച് ശ്വാസം കുറച്ചു നേരം ഹോൾഡ് ചെയ്യാം. ഇനി പതുക്കെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ശരീരം മുഴുവനായും തണുപ്പ് നൽകുന്ന ഒരു പ്രാണായാമമാണ്. എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷറിനെയും കുറയ്ക്കാൻ സഹായിക്കുന്നു. മെഡിറ്റേറ്റിംഗ് ആസനാസ്. മെഡിറ്റേഷന് വേണ്ടിയും റിലാക്സേഷന് വേണ്ടിയും ഇരുന്നു കൊണ്ടുള്ള ചില യോഗാസനങ്ങളാണ് ഡെമോൺസ്ട്രേഷനിൽ ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ആദ്യമായി സുഖാസനം അല്ലെങ്കിൽ ഈസി പോസ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട് slowly and smoothly. This can be repeated. Vajrasana. Close your eyes. Take a deep breath. Hold it. Breathe out slowly and smoothly. ഡെമോൺസ്ട്രേഷനിൽ കാണുന്നത് പോലെ 2 കാലും മടക്കി ആ കാലിലേക്ക് ഇരിക്കുന്ന ഒരു പോസാണ് കാണുന്നത്.
Take a deep breath. Breathe out slowly and smoothly. ഡെമോയിൽ കാണുന്നത് പോലെ ഉള്ള ഒരു പൊസിഷനാണ് പത്മാസന. കാലുകളുടെ പൊസിഷൻ ഡെമോയിൽ കാണുന്നത് പോലെ നട്ടെല്ല് നിവർത്തി ദീർഘശ്വാസമെടുത്ത് പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. പത്മാസനം ധ്യാനമുദ്രയോടുകൂടി take a deep breath, hold it, breathe out slowly and smoothly. Repeat. സ്വസ്തികാസനം അഥവാ ഓസ്പീഷ്യസ് പോസ്. ഡെമോയിൽ കാണുന്നത് പോലെ രണ്ട് കാലുകളും മടക്കി നട്ടെല്ല് നിവർത്തി രണ്ട് കൈകളും ചിന്മുദ്രയോടുകൂടി ദീർഘശ്വാസം എടുക്കുക. പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. സ്വസ്തികാസനം അഥവാ ഓസ്പീഷ്യസ് പോസ്. അടുത്തതായി ബാലാസനം അഥവാ ചൈൽഡ് പോസ്. ഡെമോയിൽ കാണുന്നത് പോലെ രണ്ട് കൈകളും ഉയർത്തി take deep breath and breathe out slowly and then lie down as shown in the demo. സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിന് വളരെ ഉത്തമമായ ഒരു യോഗാസനമാണ് ബാലാസനം. വൃക്ഷാസനം അഥവാ ട്രീ പോസ്. താടാസനം അഥവാ മൗണ്ടൻ പോസ്. ത്രികോണാസനം അഥവാ ട്രയാങ്കുലർ പോസ്. ഡെമോയിൽ കാണുന്നത് പോലെ മകരാസനം അഥവാ ക്രൊക്കഡൈൽ പോസ് റിലാക്സേഷന് വളരെ ഉത്തമമാണ്. ഭുജംഗാസനം അഥവാ കോബ്ര പോസ്. ഡെമോയിൽ കാണുന്ന ശവാസനം അഥവാ കോസ് പോസ് റിലാക്സേഷന് വളരെ ഉത്തമമായ ഒരു ആസനമാണ് ശവാസനം. ലൂസനിങ് എക്സസൈസ് അഥവാ സൂക്ഷ്മ വ്യായാമങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ജോയിൻസിനെയും ഫ്ലെക്സിബിളാക്കി അയവുള്ളതാക്കി മാറ്റി റിലാക്സേഷൻ കൊടുക്കുന്നു. ടോ ബെൻഡിങ്, ankle rotation, knee movement, hip rotation, finger stretch, wrist rotation, elbow stretching, shoulder rotation,
Neck exercise. Trunk twisting. Eye exercise. Clockwise and anti-clockwise. Eye blinking. Close your eyes, palming. Relax. യോഗയുടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡെമോയിൽ കാണിച്ചിട്ടുള്ളത്. അവയിൽ ചിലതെങ്കിലും ദിവസേന ചെയ്യുകയാണെങ്കിൽ അത് ആരോഗ്യത്തിനും മനസ്സിനും സ്ട്രെസ് ലഘൂകരിക്കുന്നതിനും സാധ്യമാകുന്നു. ഇവിടെ നമുക്ക് വേണ്ടി വളരെ മനോഹരമായി പാട്ട് പാടുകയും അതുപോലെ ഡെമോ നൽകുകയും ചെയ്ത യാദവ് വി എന്ന വിദ്യാർത്ഥിക്കും വിവിധ യോഗാസനങ്ങൾ ഡെമോയിൽ കാണിച്ച് നമ്മുടെ ഈ പരിപാടി സമ്പുഷ്ടമാക്കിയ അവന്തിക ആനന്ദ്, ശിവാനി സുജേഷ് എന്നീ വിദ്യാർത്ഥിനികൾക്കും ഇവരെ പരിശീലിപ്പിച്ച അധ്യാപിക ദീപ രാകേഷ് ടീച്ചർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.